ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരസ്വതിയമ്മ മകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ സുമിത്രയോട് പറഞ്ഞു കൊടുക്കുക. ശീതള് സച്ചിൻ്റെ മുന്നിൽ നേരിടുന്ന ആ ഒരു പ്രശ്നങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ നമ്മുടെ ശീതൾ വീഴാൻ തുടങ്ങിയ ശീതളിനെ ആ ചെറുപ്പക്കാരൻ സഹായിക്കുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ട് വന്ന സച്ചിൻ വളരെ മാരകമായ രീതിയിൽ ആ ചെറുപ്പക്കാരനെ ഉപദ്രവിച്ചു. ആ ഒരു കാര്യമൊക്കെ ശീതൾ അച്ചമ്മയോട് പറഞ്ഞതെല്ലാം അച്ചമ്മ നമ്മുടെ സുമിത്രയോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്രയാകെ ഞെട്ടിപ്പോയി. കാരണം അമ്മയോട് തൻ്റെ സങ്കടം പറയാൻ വന്ന സമയത്ത് തന്നെ കാണാനായിട്ട് പറ്റിയില്ലല്ലോ. അപ്പം പിന്നെ മകളുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ അത് എത്രത്തോളം ആകുമെന്ന് സുമിത്രയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. സുമിത്രയാണെന്നുണ്ടെങ്കിൽ അത് കേട്ടപ്പോഴത്തേക്കും വാവിട്ട് കരയുക. അപ്പം അമ്മ എന്താ എന്നോട് ഇത് പറയാതിരുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് പറയാനായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല സുമിത്രേ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ പറയാം. എൻ്റെ മോക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര എന്നേരത്തേക്കും അവിടെ നിന്ന് ആകെ വിഷമിക്കുവാണ്. അപ്പോഴത്തേക്ക് സരസ്വതി അമ്മയ്ക്കും എന്നാ പറഞ്ഞാലും സങ്കടമൊക്കെ ആയി. കാരണം ഇനി എങ്ങാനും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ എന്നുള്ളൊരു പേടി ഉണ്ടായി. അപ്പോൾ സുമിത്രയാണെന്നുണ്ടെങ്കിൽ മോളെ കാണണം എന്നുള്ള ആ ഒരു ഇതിൽ വേഗം തന്നെ അവിടെ നിന്ന് പോകുക. അപ്പോൾ അവിടെ ചെന്നാലാണല്ലോ മകൾക്ക് എന്തെങ്കിലും പറ്റുമല്ലോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ സുമിത്ര വേഗം ഓടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് പോണു. ഈ സമയത്താണ് പങ്കജ് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഈ സരസ്വതിയമ്മ താമസിച്ചുകൊണ്ടിരുന്ന വൃദ്ധസദനത്തിലേക്ക് പോകുന്നത്, അതും പൂജയെ കൂട്ടിക്കൊണ്ട്. അവിടുത്തെ അമ്മമാർക്ക് സഹായം ചെയ്യാൻ എന്നുള്ള രീതിയിൽ അവൻ ആ ഒരു നല്ല പ്രവൃത്തിയൊക്കെ ചെയ്ത് നല്ലവനായി എന്ന് പൂജയെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത്. അങ്ങനെ പൂജയുടെ കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനം പങ്കജിനുണ്ട്. ആ തീരുമാനങ്ങൾ അനുസരിച്ച് ഏതെല്ലാം വഴിയിലൂടെ എങ്ങനെയെല്ലാം പ്രവർത്തിച്ചാൽ പൂജയെ വരുതിയിലാക്കാം എന്നുള്ള ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു അറിവോടും കൂടിയാണ് പങ്കജ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആ അമ്മമാർക്ക് കൈനിറയ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് ഈ പങ്കജ് ആ വൃദ്ധസദനത്തിലേക്ക് പോകുന്നു. അപ്പോൾ പൂജയും കൂടെയുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചെന്നാണ് കൊടുക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ പൂജ, കാരണം ഇവൻ ചെയ്യുന്നതൊക്കെ സത്കർമ്മങ്ങളാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ പൂജ വളരെ സന്തോഷത്തിലാണ്. പക്ഷെ 10 രൂപ പോയാലും സാരമില്ല, ഇവളുടെ പ്രീതി പിടിച്ചു പറ്റാൻ പറ്റുമെങ്കിൽ അതല്ല ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് പങ്കജ് പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് അവിടെ ചെന്ന് വൃദ്ധസദനത്തിൽ ചെന്നു, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അവിടുത്തെ ആൾക്കാരൊക്കെ വന്നു. അവർ വളരെ കാര്യമായിട്ട് തന്നെ ഇവരോട് പെരുമാറി. അപ്പോൾ ഈ പങ്കജ് എന്ത് ചെയ്തു, പങ്കജിൻ്റെ കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ പൂജയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പൂജയോട് അത് അവർക്ക് കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ പൂജ പറഞ്ഞു, അതെന്തിനാ, അതിൻ്റെ ആവശ്യമില്ലല്ലോ പങ്കജിൻ്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്, അപ്പം പിന്നെ പങ്കജല്ലേ അതൊക്കെ കൊടുക്കേണ്ട ആൾ, അത് പങ്കജിൻ്റെ കൈകൊണ്ടാണ് ഇവിടുത്തെ അമ്മമാർക്ക് കൊടുക്കേണ്ടത്, ഞാനല്ല അത് കൊടുക്കേണ്ട ആളെന്ന് പറഞ്ഞു. അപ്പം ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഇവരകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അമ്മമാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂജയ്ക്ക് ശരിക്കും സങ്കടം വന്നു. കാരണം വേറൊന്നുമല്ല, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ആരോരുമില്ലാതെ കഴിയുന്ന അമ്മമാർ, അവരുടെ മുഖത്തെ നിഷ്കളങ്കത, ഇതൊക്കെ കണ്ട് നമ്മുടെ പൂജയ്ക്ക് സങ്കടവും ഒക്കെ ഇങ്ങനെ വരിക കേട്ടോ. അങ്ങനെ നമ്മുടെ അങ്ങനെ ആ ഒരു ഇതെല്ലാം കൂടെ കണ്ട് സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ സരസ്വതി അമ്മ അവിടെ കഴിഞ്ഞതാണെന്നോ അല്ലെങ്കിൽ സരസ്വതി അമ്മയുടെ ഒരു വീടായിരുന്നെന്നോ എന്നുള്ള കാര്യം വ്യക്തമായി നമ്മുടെ പൂജയ്ക്ക് അറിയില്ല. എങ്കിലും വൃദ്ധസദനത്തിലായിരുന്നു എന്നുള്ള കാര്യം അറിയാം. അങ്ങനെ ആ ഒരു ഇതിൽ ചെന്നു. അതിനുശേഷം ഓരോ അമ്മമാർക്ക് പങ്കജ് ഇങ്ങനെ ആ ഒരു ഡ്രസ്സൊക്കെ കൊടുക്കുന്നു. ഓരോ ഡ്രസ്സ് കൊടുക്കുമ്പോഴും പൂജയുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒന്ന് നോക്കും. പൂജ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവിടെയുള്ളവർ ഇവർ ഭാര്യയും ഭർത്താവും ആണോ എന്ന രീതിയിൽ ഇങ്ങനെ ചോദിച്ചു. അത് കേട്ടപ്പോഴത്തേക്കും പങ്കജിന് ഭയങ്കര സന്തോഷമായി. അയ്യോ അല്ല, ഞങ്ങൾ കസിൻസാ എന്ന് പറഞ്ഞു. എന്തായാലും മോനും മോൾക്കും നല്ലത് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്മമാർ മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ അങ്ങനെയൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇവരവിടുന്ന് പോരാനൊക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. അതിനുശേഷം അമ്മമാരാണെങ്കിലും ഇവരുടെ അടുത്തേക്ക് വന്ന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ സുമിത്രയാണെന്നുണ്ടെങ്കിൽ ഓടിപ്പിടിച്ച് ശീതളിൻ്റെ അടുത്ത് വന്നു. ശീതളിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞു. ശീതളിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് സുമിത്രയ്ക്ക് സമാധാനമായത്. മകൾക്ക് ആപത്തൊന്നും പറ്റിയിട്ടില്ല, സന്തോഷവതിയായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് സുമിത്രയ്ക്ക് മനസ്സിലായി. അപ്പോൾ സുമിത്ര കയറി ചെന്നതും, എന്താ മോളെ, നീ എന്താ അമ്മ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്നത് എന്നുള്ള കാര്യം ചോദിച്ചു. അത് പിന്നെ അമ്മ ഫോൺ എന്തോ ചാർജിലിട്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നണം, ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞപ്പം അമ്മ എത്രമാത്രം പേടിച്ചെന്നറിയോ, നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയോ എന്ന് പോലും അമ്മ ടെൻഷൻ അടിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, എനിക്കെന്ത് പറ്റാനാ, നീ സച്ചിൻ്റെ കൂടെയല്ലേ ജീവിക്കുന്നത്, അത് തന്നെ അമ്മയുടെ ഏറ്റവും വലിയ പേടിയെന്ന് സുമിത്ര പറഞ്ഞു. സച്ചിൻ എന്നെ ഒരുപാട് ഇഷ്ടമാണ് അമ്മേ, സച്ചിൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അമ്മ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ സച്ചിൻ്റെ സ്നേഹം എന്താണെന്ന് ഞാൻ നല്ലതുപോലെ കണ്ടതാ, സച്ചിൻ്റെ സ്നേഹം നിൻ്റെ കയ്യിലും കഴുത്തേലും ഒക്കെ പാടുകളായിട്ട് അമ്മ കണ്ടതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ശീതൻ്റെ മുഖം അങ്ങ് വാടി.
അത് പിന്നെ അമ്മേ അന്നത്തെ ആ ഒരു ഇതിലൊക്കെ സംഭവിച്ചതാണ്. പക്ഷേ സച്ചിൻ ഒരു കുഴപ്പമില്ല അമ്മേ, സച്ചിൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ, മോളെ നീ അമ്മയോട് എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് ചോദിച്ചു. നീ അച്ചമ്മയോട് വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചമ്മ എന്നോട് പറഞ്ഞു. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നീ എന്തിനാ ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഇങ്ങനെ കിടക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുവാണേ. നിനക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തൂടെ എന്ന്. ഞാൻ എന്ത് തീരുമാനം അമ്മ എടുക്കേണ്ടത് എന്ന് മകൾ അന്നേരം അമ്മയോട് ചോദിക്കുക. അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഒരു തീരുമാനം എടുക്കാൻ ഈ ജന്മം എന്നെ കൊണ്ടാവില്ല എന്നും പറഞ്ഞ് നമ്മുടെ ശീതൾ ഇങ്ങനെ പറഞ്ഞു. അതായത് സച്ചിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സുമിത്രയ്ക്ക് പിന്നെ വേറൊന്നും പറയാനില്ല. എന്താ സുമിത്ര എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അമ്മയും മകളും കൂടി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ നമ്മുടെ രഞ്ജിതയുടെ വീട്ടിൽ അരവിന്ദന് രഞ്ജിത ഏൽപ്പിച്ച ജോലിയെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അത് വേറൊന്നും ആയിരുന്നില്ല, അനിരുദ്ധ് എവിടെയാണ്, അനിരുദ്ധ് ഇപ്പം എങ്ങനെയാണ്, അനിരുദ്ധിൻ്റെ അവസ്ഥ എന്താണ്, ഇതൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ ഈ സുമിത്രയെ കാണാനായിട്ട് അനിരുദ്ധ് വന്നോ, അല്ലെങ്കിൽ അനിരുദ്ധും സുമിത്രയും തമ്മിൽ കണ്ടോ, ഇതൊക്കെ ഒന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് അതൊക്കെ ചോദിക്കാൻ അല്ലെങ്കിൽ അത് അറിയാനായിട്ടുള്ള മാർഗം ഏതാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സരസ്വതി അമ്മയുടെ മുഖം മനസ്സിലേക്ക് വന്നത്. ആ സരസ്വതി തള്ളയോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പം പിന്നെ ആ തള്ളേനെ ഒന്ന് വിളിക്കാം എന്ന് വിചാരിച്ച് ഫോൺ എടുത്തു. നേരെ സരസ്വതി അമ്മയെ വിളിച്ചു. സരസ്വതി അമ്മ ഈ ഫോൺ കോൾ കണ്ടു, എടുത്തു. ഹലോ, എന്താ അരവിന്ദ? അതേ, എന്തൊക്കെയുണ്ട് സരസ്വതി അമ്മ വിശേഷം? ഇത് ചോദിക്കാനാണോ അരവിന്ദൻ വിളിച്ചേ? അല്ല, കുറച്ച് ദിവസമായല്ലോ ഇവിടെ നിന്ന് പോയിട്ടേ, പിന്നെ ഒരു വിവരവും ഇല്ലായിരുന്നു, അതുകൊണ്ട് ചുമ്മാ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. സരസ്വതിയമ്മയ്ക്ക് എന്തുണ്ട് വിശേഷം? അവിടെ വലിയ പുരോഗമനങ്ങളൊക്കെ ഉണ്ടോ? സുമിത്രയെ കാണാൻ മറ്റാരെങ്കിലും വരികയൊക്കെ ചെയ്തോ? ഇതുവരെ ഇവിടെ ആരും സുമിത്രയെ കാണാനായിട്ട് വന്നിട്ടില്ല അരവിന്ദ. വരികയാണെങ്കിൽ അത് വ്യക്തമായി ഞാൻ അറിയിച്ചോളാമെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എപ്പോഴും ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ അരവിന്ദ എന്ന് ചോദിച്ചപ്പോൾ, അല്ല അവിടെ ആരെങ്കിലും വന്നോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, സുമിത്രയുടെ ആ മകനുണ്ടല്ലോ, ആരാ? അനിരുദ്ധ് എങ്ങാനും സുമിത്രയെ കാണാൻ വരികയോ അല്ലെങ്കിൽ അമ്മയും മോനും തമ്മിൽ കാണുകയോ ഒക്കെ ചെയ്തിരുന്നു. അവനിപ്പോൾ എവിടെയാണ് താമസം എന്നൊക്കെ ചുമ്മാ ഒന്നും അല്ലാത്തതുപോലെ കൂളായിട്ട് ചോദിച്ചങ്ങ് വിടുന്നു. അപ്പോൾ സരസ്വതി അമ്മ പറഞ്ഞു, അവനിവിടെ ഇല്ലല്ലോ, അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല. സുമിത്ര കുറേ അവനെ അന്വേഷിച്ചതാ, പക്ഷെ കിട്ടിയില്ല, പുറത്തെവിടെയാണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞതെന്നൊക്കെ പറഞ്ഞു. ഓ അങ്ങനെയാണോ? ഇതുവരെ കാണാനായിട്ടൊന്നും വന്നില്ല? ഇല്ല, ഇതുവരെ കാണാനായിട്ടൊന്നും വന്നിട്ടില്ല. എന്താ അരവിന്ദ? അല്ല, സുമിത്രയെ വന്ന് അനിരുദ്ധ് കാണുന്നത് കൊണ്ട് എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. അല്ല, ആദ്യം മകൾ വന്നു, പിന്നെ സരസ്വതി അമ്മ വന്നു, അങ്ങനെ ഓരോരുത്തരായിട്ട് സുമിത്രയുടെ അരികിലേക്ക് എത്തുകയാണല്ലോ. ആ ഒപ്പം ഈ മകനും എത്തിയോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും എത്തിയിട്ടില്ല, എത്തുമ്പോൾ ഞാൻ അറിയിക്കാം എന്ന് സരസ്വതി അമ്മ അന്നേരം പറയുകയും ചെയ്തു. ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ കൂടുതൽ നേരം സംസാരിച്ചാൽ സരസ്വതി അമ്മ സഹായം ചോദിച്ചാലൊന്ന് പേടിച്ചിട്ടാട്ടോ പാവമേ ഒന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്തത്. തള്ളി ഒരു മക പെരട്ട തള്ളേനൊന്ന് മേരിക്ക് നിർത്താനും പാടാ എന്ന് ഫോൺ വെച്ച് കഴിഞ്ഞ് അരവിന്ദൻ മനസ്സുകൊണ്ട് അവിടെ നിന്നിങ്ങനെ പറയണം. അങ്ങനെ ആ ഒരു സംസാരം അവിടെ സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് സരസ്വതി അമ്മ എങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ അനന്യ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ അനന്യയുടെ അരികിൽ വന്ന് നിന്ന് നമ്മുടെ അനിരുദ്ധിൻ്റെ കുറ്റം പറയുകയാണ് പ്രേമ. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം പിരിയുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഇപ്പം പറയുന്ന കാര്യമല്ല, കുറച്ച് കഴിയുമ്പോൾ പ്രേമ പറയുന്നത്. പ്രേമയ്ക്ക് ഇവർ തമ്മിൽ പിരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, സുമിത്രയും അതുപോലെ നമ്മുടെ അനിരുദ്ധും തമ്മിൽ ഒന്നിക്കരുത്, ഇത് മാത്രമാണ്. അങ്ങനെ നമ്മുടെ അനിരുദ്ധിനെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ കുറ്റങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പ്രേമ. ഇത് കുറേ നേരം കേട്ടുകൊണ്ട് നിന്നു അനന്യ. കുറച്ച് കഴിഞ്ഞപ്പോൾ അനന്യയ്ക്ക് ദേഷ്യം വന്നു. അനന്യ ചോദിച്ചു, അമ്മ ഇപ്പോഴും എന്തിനാ അനിരുദ്ധിനെ ഇങ്ങനെ കുറ്റം പറയുന്നേ? അതിൻ്റെ ആവശ്യം എന്താ? ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ അതൊന്ന് പരസ്പരം മനസ്സിലാക്കി സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് അനന്യ പറയുന്നു. അമ്മ ഇത് കേട്ട് പൊല്ലുറുമ്മി പിടിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അനന്യ അനിരുദ്ധിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള രീതിയിലാണ് അനന്യയുടെ സംസാരം. അവർക്ക് തമ്മിൽ അല്ലെങ്കിൽ അവർക്കിടയിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്ന്. അപ്പോൾ ഇത് യാദർച്ഛികമായിട്ട് അതിലെ നടന്നു വന്ന് നമ്മുടെ അനിരുദ്ധ് കേൾക്കാനിടയായി. അത് കേട്ടപ്പോഴത്തേക്കും അനിരുദ്ധിന് ഒത്തിരി സന്തോഷമായി. കാരണം തനിക്ക് കൈവിട്ട് പോകും എന്ന് വിചാരിച്ചെടുത്ത് നിന്ന് തൻ്റെ ഭാര്യ തന്നെ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ള സത്യം അനിരുദ്ധ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അനിരുദ്ധിന് സന്തോഷം ഉണ്ടാവുമല്ലോ. അനിരുദ്ധ് വളരെ ഹാപ്പി ആയിട്ട് അത് കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും പ്രേമയുടെ ആ ഒരു ചതിയെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് നമ്മുടെ അനന്യ അനിരുദ്ധിനോടുള്ള ആ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അപ്പം ഇനി മേലിൽ അമ്മ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് അനന്യ തറപ്പിച്ചു പറയുന്നു. അനന്യ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ആകെ ചൂളി നിൽക്കുക. പ്രേമ. അപ്പം അങ്ങനെ പ്രേമയും അതുപോലെ തന്നെ മകളും കൂടെ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും അനിരുദ്ധിനെ കാണുന്നു.
പിന്നെ അതിൻ്റേതായ ഡയലോഗുകളും കാര്യങ്ങളും അവനെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ ഒരു രീതിയിൽ അവരുടെ വീട്ടിൽ ആ സിറ്റുവേഷൻ കടന്നു പോകുന്നു. ഈ സമയത്ത് നമ്മുടെ സുമിത്ര ശീതളിനെ കണ്ട് സംസാരിച്ച് ശീതളിനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ മോൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അമ്മയെ വിളിക്കണം, അമ്മ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കരുത്, അമ്മയ്ക്കത് ഭയങ്കരമായ ടെൻഷൻ ഉണ്ടാക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സുമിത്ര ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സുമിത്ര അത്രത്തോളം സ്നേഹം പ്രകടിപ്പിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മകൾക്കാണെങ്കിലും ആകെ സങ്കടമായി. കാരണം അമ്മയ്ക്ക് അത്രത്തോളം വിഷമം ഉണ്ടായിട്ടാണല്ലോ ആ മൂടി കതച്ചു വന്നത്. അങ്ങനെ നമ്മുടെ സുമിത്ര കഥകളൊക്കെ അറിഞ്ഞ് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ സുമിത്ര അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വൃദ്ധസദനത്തിൽ നിന്നും, അതായത് സരസ്വതി അമ്മ അന്തി ഉറങ്ങിയിരുന്ന അല്ലെങ്കിൽ സരസ്വതി അമ്മയുടെ രഹസ്യങ്ങൾ ഉറങ്ങുന്ന ആ വീട്ടിൽ നിന്നും നമ്മുടെ പൂജയും ഇറങ്ങുക. അപ്പോൾ സരസ്വതി അമ്മ താമസിച്ചിരുന്ന വൃദ്ധസദനത്തിൽ ചെന്ന് നമ്മുടെ പൂജ ആ ഒരു അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ ആ ഒരു ഇതൊക്കെ കണ്ട് ആകെ നടുങ്ങിപ്പോയി കേട്ടോ. കാരണം അത്രത്തോളം അമ്മമാരവിടെ ഉണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതും കഴിഞ്ഞ് അവരും അവിടുന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ഒരു എപ്പിസോഡ് തന്നെയാണ്. എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.